ബ്ലോക്കിൽ പോയിട്ട് എടുക്കുകയാണ്. പക്ഷേ രാവിലെ ട്രിപ്പ് മൂഡൊന്നുമല്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹാർട്ട്, യെസ് ഡെഫിനറ്റ്ലി 3 വർഷത്തിന് ശേഷം കക്ഷി ലിത്വാനിയ എന്ന നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് എത്താൻ പോകുന്നത്. അവനെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക്കിൽ അവൻ വന്നു ചേരും. യെസ്, അതായത് അവന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചത് അപ്പോൾ നേരെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കക്ഷി വന്നിട്ടുണ്ട്. എന്തായാലും ഞാനും വിത്ത് അവൻ്റെ ഫാമിലിയൊക്കെ ഒരുമിച്ച് അവനെ പിക്ക് ചെയ്യാനായിട്ടുള്ള തയ്യാറുണ്ട്. കാരണം 3 വർഷത്തെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. സ്ഥിരമായിട്ട് ഡെയിലി കാണുന്ന ആളുകൾ ഫോണിൽ മാത്രം സംസാരിക്കുകയാണ്. സോ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ. വന്നു ലഗേജൊക്കെ പുറകിലൂടെ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും അവനെ പിക്ക് ചെയ്ത് നേരെ ഞങ്ങൾ പോയത് ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. പാരഗൺ റെസ്റ്റോറൻറ്റ്. ഒരു പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒട്ടുമിക്കവർക്ക് അറിയായിരിക്കും. കാരണം കാലിക്കറ്റിൽ വിഭവസമൃദ്ധമായിട്ടുള്ള സീ ഫുഡിൻ്റെ ഒരു വലിയ ശേഖരം, ഒപ്പം തന്നെ ബിരിയാണിയൊക്കെ ബെസ്റ്റാണ്. മാത്രമല്ല ഇവനെ വന്നപ്പോൾ തന്നെ അവന് മസാല ദോശ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് അവനെ ഏറ്റവും ആദ്യം പറഞ്ഞത് തന്നെയായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് മസാല ദോശ കഴിക്കുക എന്നുള്ള കാര്യം. വന്നു നേരെ ഞങ്ങളെല്ലാവരും കൂടെ മസാല ദോശ ഓർഡർ ചെയ്തു. നല്ലൊരു കോഫി ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ പാരഗൺ റെസ്റ്റോറൻറ്റ് മസാല ദോശയൊക്കെ കഴിച്ച് കുറച്ച് കുശലന്വേഷണമൊക്കെ നടത്തി. അവന് ഫുള്ളി അവിടുത്തെ ആ ഒരു സ്ഥലത്തെ കാര്യങ്ങളും അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കക്ഷി. പക്ഷേ മസാല ദോശ സൂപ്പർ. യെസ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വിനായക് സീരീസ്. റൈറ്റ്, അപ്പോൾ രാവിലെ ചാനലിലെത്തി. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇൻ്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇനി വരാനിരിക്കുന്ന വീഡിയോസ് അല്ലാതെ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിയതല്ല. അല്ല കഷ്ടപ്പാട് കണ്ടു വളർന്നതുകൊണ്ടാണോ താങ്കളൊരു സഹായി എന്ന രീതിയിൽ നന്മ ചെയ്യുന്ന ഇതിലേക്ക് അല്ല എത്തിയത്? അങ്ങനെ ഇത് മോർണിംഗ് ഷൂട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ സെറ്റ് ആവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പുതിയ വീഡിയോസുകൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇവരുടെ അപ്പിയറൻസിനെ പറ്റി ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലുപരി ഇവർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. വ്യക്തിയെ ഉദ്ദേശിച്ച് വിളിക്കുന്നതാണ്. ഇങ്ങനെ വിളിക്കുന്നത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഈ 40+ ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിളിക്കുന്നത്. അത്ര കാരണം പ്രത്യേകിച്ച് ഈ കൂടുതൽ ഈ പ്രവാസികളാണെന്ന് തോന്നുന്നു. പ്രവാസികൾ അങ്ങനല്ല, അവരിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിരുന്ന് രണ്ടെണ്ണം അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല, നമ്മളെ കാണുമ്പോൾ രണ്ട് തെറി എഴുതി വിടാം. തുടി കൊട്ടി പാടവേ ചെറുചിരിയാലെ നീ വരമേകി കനിയണേ വിഷ്ണുമായയേ വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. ഇതിലേക്ക് എത്താൻ സാഹചര്യം എന്തായിരുന്നു? 7 വിളക്ക് വെച്ചിട്ട് നൃത്തം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. മറ്റേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അത് ചെയ്തിരുന്നു. പിന്നെ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്. ഞാൻ അന്ന് 16 മിനിറ്റ് ആയിരുന്നു വിളക്ക് ബാലൻസ് ചെയ്ത്. ഭരതനാട്യത്തിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ആശം എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇന്നപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ കലാമണ്ഡലമോ അല്ലെങ്കിൽ ഈ കലാക്ഷേത്രയോ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞങ്ങളെ കൊണ്ട് ആരും ഞങ്ങൾക്ക് അറിയില്ല, അറിയുന്നവരാരും പറഞ്ഞു തന്നിട്ടില്ല. ക്ലാസിക്കൽ ഡാൻസ് ആയത് കൊണ്ട് വീട്ടുകാർ വിടില്ല. ഗേൾസ് ആണെങ്കിൽ ഓക്കെ, ബോയ്സ് ആണെങ്കിൽ പെണ്ണുകൾ കളിക്കുന്ന ഡാൻസ് അല്ലേ കളിക്കുന്നത്. മെയിനായിട്ട് കലോത്സവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് പോകുന്നത്. അന്ന് ഭരതനാട്യം കളിച്ച കുട്ടിയോട് ഞാൻ ചോദിച്ചിരുന്നു, എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചിരുന്നു. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഇൻഫ്രെയിം മീഡിയ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി. സോ സ്പെഷ്യലി നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ ഇതുപോലെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഇൻഫ്രെയിം മീഡിയ സെർച്ച് ചെയ്യുക.